എങ്ങനെയാണ് വരാഹി ഭജൻസ് എന്നുള്ള പേര് വന്നത്? ആരായിരുന്നു അതിന്റെ പിന്നിൽ? ഞാൻ പറഞ്ഞില്ലേ, യവന എന്ന് പറഞ്ഞ നമ്മൾ തുടങ്ങുമ്പോ ഉണ്ടായിരുന്ന കുട്ടി, അതായത് ക്യാരിങ് ആയിപ്പോയ കുട്ടി. അപ്പൊ അവളാണ് ഈ വരാഹി എന്ന് പറഞ്ഞ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ കുറെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ യവന പെട്ടെന്ന് വന്ന് വരാഹി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും സ്ട്രൈക്കായി. പക്ഷെ അതിന്റെ മീനിങ് ഒന്നും ആ സമയം നമ്മൾ ആലോചിച്ചിട്ടില്ല. ആ പേര് ഇഷ്ടായി. അപ്പൊ നമുക്ക് അത് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വരാഹി എന്നുള്ള വേർഡിന്റെ മീനിങ് നോക്കുമ്പോൾ ഭയങ്കര ഒരു പവർഫുള്ളായിട്ട് ഫീൽ ചെയ്തു. അതായത് ദേവി, വരാഹി ദേവി ആണ് അർത്ഥം. അതായത് പവർഫുള്ളായിട്ടുള്ള ഫെമിനിൻ ദേവിയാണ് വരാഹി. അപ്പോൾ നമ്മുടെ ഈ ഒരു ലേഡീസ് ഭജൻ ബാൻഡിന് എന്തുകൊണ്ടും ആപ്റ്റ് ആണെന്ന് തോന്നി. വളരെ പെട്ടെന്ന് കിട്ടിയൊരു പേരാണ്. കാരണം നാളെ നമുക്ക് പരിപാടിയാണ്, ഇന്ന് നമുക്ക് പേര് കൊടുക്കണം അവർക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയാണ്, ഒരു പേര് പെട്ടെന്ന് ഒരു പേര് തീരുമാനിക്കണം, എന്നാലേ ഇവർക്ക് ഇത് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ ഒരു പേര് ഇഷ്ടപ്പെട്ട്, എന്നാൽ പിന്നെ ഇത് തന്നെ കൊടുക്കാം, അങ്ങനെ കൊടുത്തു ഞങ്ങൾ. പിന്നെയാണ് അതിന്റെ മീനിങ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ എന്താ പറയുക, മാത്രല്ല നമ്മള് ഫസ്റ്റ് പ്രോഗ്രാം ചെയ്ത മാടായിക്കാവ്, അവിടെ വരാഹി ദേവിനെയാണ് അവര് പേരും ആദ്യം നമ്മള് അതായത് നമ്മളൊന്നും അറിയാതെയാണ് ഈ പേരിട്ടത്. അപ്പൊ നമുക്ക് പ്രോഗ്രാം കിട്ടിയത് മാടായിക്കാവ്. അപ്പൊ അവിടുത്തെ പ്രതിഷ്ഠ വരാഹി ദേവി, എല്ലാം കൂടി ഒരു കോയിൻസിഡൻസ്.